ഹായ് എവ്രി വൺ. നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്ന സ്റ്റാൻഡേർഡ് IndAS 2 ഓൺ ഇൻവെൻട്രീസ് ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയുടെ സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് തന്നെയുള്ളൊരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഫൈനൽ ലെവലിലേക്ക് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്തൊരു സ്റ്റാൻഡേർഡാണ്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ഇതിൻ്റെ സ്കോപ്പ് നമുക്ക് നോക്കാം. ഈ സ്റ്റാൻഡേർഡ് പറയുന്ന ഇതാണ്: ദ സ്റ്റാൻഡേർഡ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഇൻവെൻട്രീസ് എക്സെപ്റ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമുക്ക് ഇൻവെൻട്രി ആയിട്ട് വരുന്നത്. ഡെറിവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെബെഞ്ചേഴ്സ് അങ്ങനത്തെ സാധനങ്ങളാണ് എങ്കിൽ ദാറ്റ് ഈസ് കവേർഡ് ബൈ IndAS 109. അതിൻ്റെ പ്രൊവിഷൻസ് ആണ് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യില്ല. ഇനി ബയോളജിക്കൽ അസറ്റ്സ് റിലേറ്റഡ് ടു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് ദി പോയിന്റ് ഓഫ് ഹാർവെസ്റ്റ്. നമുക്ക് IndAS 41 ഓൺ അഗ്രികൾച്ചർ ഉണ്ട്. അതിൻ്റെ പ്രൊവിഷൻസ് പ്രകാരമാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഹാർവെസ്റ്റിൻ്റെ സമയത്തുള്ളത് വാല്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബയോളജിക്കൽ അസറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കോഴി ഫാമാണ് നടത്തുന്നതെങ്കിൽ അവിടുത്തെ കോഴി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ അതും ഈ സ്റ്റാൻഡേർഡിൻ്റെ പെർവ്യൂലല്ല. ആൻഡ് ദിസ് ഡസ് നോട്ട് അപ്ലൈ ടു മെഷർമെൻറ്റ് ഓഫ് ഇൻവെൻട്രീസ്. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്സ്ക്ലൂഡഡ് ആണ്, ഈ സ്റ്റാൻഡേർഡിൻ്റെ പെർവ്യൂലേ അല്ല. രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഷർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ അല്ല. ഡിസ്ക്ലോഷർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്റ്റാൻഡേർഡിൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനത്തെയാണ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആഫ്റ്റർ ഹാർവെസ്റ്റ്, മിനറൽസ്, മിനറൽ പ്രോഡക്ട്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലിൽ കാണിക്കുന്നതാണ്. ആ ഐറ്റംസ് ഇവിടെ കവേർഡ് അല്ല. അതിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ ഡിസ്ക്ലോഷർ ആസ്പെക്ട് ഈ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കും. ദെൻ കമ്മോഡിറ്റി ബ്രോക്കേഴ്സിന് അവരുടെ ഇൻവെൻട്രി ഫെയർ വാല്യൂ ലെസ് കോസ്റ്റ് ടു സെല്ലിലാണ് കാണിക്കുക. അവർക്കും എന്താണ്, ഈ സ്റ്റാൻഡേർഡിൻ്റെ മെഷർമെൻറ്റ് ആസ്പെക്ട് ആപ്ലിക്കബിൾ അല്ല, ഡിസ്ക്ലോഷർ മാത്രം ആപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തത് ഇൻവെൻട്രീസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദി വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ഓൾ. സോ ഇൻവെൻട്രീസിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ ഇൻവെൻട്രീസിനെ കുറിച്ച് അവർ പറയുന്നു: ഇൻവെൻട്രീസ് ആർ ദോസ് അസെറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ സെയിൽ ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻ കേസ് ഓഫ് എ ട്രേഡിംഗ് കൺസേൺ, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് എ മാനുഫാക്ചറിംഗ് കൺസേൺ. ദെൻ ഇൻ ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ മാനുഫാക്ചറർ ആണ് അവിടെ വരിക. അടുത്തത് ഇൻ ദി ഫോം ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഇൻ ദി റെൻഡറിങ് ഓഫ് സർവീസ്. അപ്പോൾ റോ മെറ്റീരിയൽ ആൻഡ് അതർ കൺസ്യൂമബിൾസ് ഇതൊക്കെ വരും. അപ്പം ഇവിടെ ഇൻവെൻട്രിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ ഈ ഡെഫിനേഷനിൽ കവേർഡ് ആവില്ല. പക്ഷെ അവരുടെ റോ മെറ്റീരിയൽ കാര്യങ്ങൾ ഒക്കെ വെച്ചേക്കുന്നത് കവർ ആകുകയും ചെയ്യും. സോ ബേസിക്കലി വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ ഈ സ്റ്റാൻഡേർഡിനകത്ത് വരുന്നില്ല. പണ്ട് ഈ സ്റ്റാൻഡേർഡിനകത്ത് അതിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. IndAS 115 വന്നപ്പം അതിനകത്തേക്ക് അതിൻ്റെ ഗൈഡൻസ് പോയേക്കുന്നത് കൊണ്ട് ആ ഒരു സംഭവം അവിടുത്തെ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് അത് റിലേറ്റഡ് പാരഗ്രാഫ് അന്നേരം എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ കോസ്റ്റ് ഇൻകർഡ് ടു ഫുൾഫിൽ എ കോൺട്രാക്ട് വിത്ത് കസ്റ്റമർ ദാറ്റ് ഡു നോട്ട് ഗീവ് റൈസ് ടു ഇൻവെൻട്രീസ് ആർ അക്കൗണ്ടഡ് ആസ് പെർ IndAS 115. അത് പറഞ്ഞേക്കുന്നത് അതിനു വേണ്ടിയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ഓഫ് എ സർവീസ് പ്രൊവൈഡർ. ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാക്കിംഗ് മെറ്റീരിയൽ പോലുള്ള ഐറ്റം നോക്കിയാൽ പാക്കിംഗ് മെറ്റീരിയലിൽ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ മാത്രമാണ് ഇതിൻ്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുക. മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്. സെക്കൻഡറി പാക്കിംഗ് മെറ്റീരിയൽ ഒക്കെ വന്നാൽ ദാറ്റ് വിൽ ബി യുവർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതിനു വേണ്ടിയുള്ളതാണ്. അതപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ പാർട്ടല്ല, ഇൻവെൻട്രി ആവില്ല. അതർ അസറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. ഇനി സ്പെയർസ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്സ് പോലുള്ള ഐറ്റംസ് PPയുടെ ഡെഫിനേഷൻ മീറ്റ് ചെയ്തു, അവിടുത്തെ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ അവിടെ അക്കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ ഇൻവെൻട്രീസ് ആയിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. ഇതാണ് ഇൻവെൻട്രീസിൻ്റെ ഒരു മീനിങ് നമ്മൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇൻവെൻട്രീസിൻ്റെ ഡെഫിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അസറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സോ ഫ്രെയിം വർക്കിലെ അസറ്റിൻ്റെ ഡെഫിനേഷൻ മീറ്റ് ചെയ്യണം ആദ്യം, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറൈസേഷനിൽ വരുമോ എന്ന് വേണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിട്ട് മെഷർമെൻറ്റിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾസ് ആണ്. ഇൻവെൻട്രിയുടെ മെഷർമെൻറ്റ് ടെക്നിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൂഡൻസ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രൂഡൻസ് കോൺസെപ്റ്റ് പറയുന്നത് ഇഫ് ദർ ഈസ് എനി പ്രോഫിറ്റ് ദാറ്റ് ഷുഡ് നോട്ട് ബി ആൻറ്റിസിപ്പേറ്റഡ് ഡ്യൂ ടു അൺസർട്ടനിറ്റി ഇൻ ഫ്യൂച്ചർ ബട്ട് പ്രൊവിഷൻ നീഡ് ടു ബി ക്രിയേറ്റഡ് ഫോർ ഓൾ നോൺ ലയബിലിറ്റീസ് ആൻഡ് ലോസസ് ഈവൻ ദോ ദി എമൗണ്ട് കനോട്ട് ബി മെഷർഡ് വിത്ത് സർട്ടനിറ്റി ബട്ട് പ്രൊവൈഡ്സ് ബെസ്റ്റ് എസ്റ്റിമേറ്റ് ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസ്. അപ്പോൾ ഈ പ്രൂഡൻസ് കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പം ലോസ് എക്സ്പെക്ട് ചെയ്താൽ ആ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് ആ റെഡ്യൂസ്ഡ് വാല്യൂയിലേക്ക് ഇൻവെൻട്രീനെ കൊണ്ടുപോകണം. ബട്ട് പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷൻ ആണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ഇൻവെൻട്രി ആണ് കൂടുതലെങ്കിൽ കോസ്റ്റിൽ തന്നെ നിർത്തിയാൽ മതി. ആ ഒരു ലോജിക്കിന് പുറത്താണ്
ഇൻവെൻട്രീസ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV എന്ന് പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ ഈ ലോസ് എക്സ്പെക്റ്റഡ് ആണോ അല്ലയോ എന്ന് നോക്കിക്കൊണ്ട് അവരൊരു എക്സെപ്ഷൻ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് വിച്ച് ആർ ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പറയുന്നുണ്ട്. അപ്പം അതിങ്ങനെയാണ്, മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ് ആണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പം ഈ ഫിനിഷ്ഡ് ഗുഡ്സിൽ നിന്ന് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാമെങ്കിൽ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് ടു ബി കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് ലോസ് വരുന്ന സാധ്യതയില്ല. അതുകൊണ്ട് NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന് NRV നോക്കുക. അത് കോസ്റ്റിനേക്കാൾ കൂടുതലോ കോസ്റ്റ് തന്നെയോ ആണെങ്കിൽ മെറ്റീരിയൽസ് ഓർ സപ്ലൈസ് നമ്മൾ കോസ്റ്റിൽ തന്നെ നിർത്തിയാൽ മതി. ഇനി NRV ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റിനേക്കാൾ കുറവാണ് എങ്കിൽ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV ആണ് എടുക്കേണ്ടത്. ആ കേസിൽ replacement cost of those materials will be the best estimate of net realizable value. ഇനി ബാക്കി എല്ലാ ഇൻവെന്ററിക്കും നമ്മളുടെ ജനറൽ ക്രൈറ്റീരിയ ആണ് ആപ്ലിക്കബിൾ, ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV. ഇനി ഈ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ 3 കോമ്പണന്റ് ആണ്: കോസ്റ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദി ഇൻവെന്ററി ടു ദർ പ്രസന്റ് ലൊക്കേഷൻ കണ്ടീഷൻ. പർച്ചേസ് പ്രൈസിൽ നോൺ റീഫണ്ടബിൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എടുക്കും. ഫ്രൈറ്റ് ഇൻവേർഡ് അക്വിസിഷൻ റിലേറ്റഡ് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യും. ഇനി കോസ്റ്റ് ഓഫ് കൺവേർഷനിലേക്ക് വരുമ്പം നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് ലേബർ, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഫിക്സഡ് ഓവർഹെഡ്, അലോക്കേറ്റഡ് ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ, വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഈ 2 സംഭവം എന്താണ്? ബേസിക്കലി നമ്മളുടെ പെർ യൂണിറ്റ് കോസ്റ്റ് അറിയാവുന്ന സംഭവമാണ്. ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് വരുമ്പം അതിന് ഒരു അഡീഷണൽ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട്. ഇനി ബേസിക്കലി അടുത്ത കോമ്പോണൻ്റ് ആയിട്ട് അതർ കോസ്റ്റ് ആണുള്ളത്. എനി അതർ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദി ഇൻവെന്ററി ടു ദർ പ്രസന്റ് ലൊക്കേഷൻ കണ്ടീഷൻ. ആ ഒരു സംഭവം ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് നമ്മൾ നോക്കണം. അതാണ് തേർഡ് കോമ്പോണന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോസ്റ്റ് ഓഫ് കൺവേർഷനകത്ത് ഈ ഫിക്സഡ് ഓവർഹെഡ് അലോക്കേഷന് വേണ്ടി അവരൊരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഫിക്സഡ് ഓവർഹെഡ് അലോക്കേഷൻ എപ്പോഴും നോർമൽ കപ്പാസിറ്റിയുടെ ബേസിസിൽ വേണം നമ്മൾ അലോക്കേഷൻ നടത്താൻ. നോർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എക്സ്പെക്റ്റഡ് ടു ബി അച്ചീവ്ഡ് ഓൺ ആൻ ആവറേജ് over the number of periods under normal circumstances considering the loss of capacity from planned maintenance. ഇനി ആക്ച്വൽ പ്രൊഡക്ഷനും നോർമൽ കപ്പാസിറ്റിയും ഏകദേശം അപ്രോക്സിമേറ്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് എയ്തർ ഓഫ് ദീസ് ടു. ഇനി ഫോർ എക്സാമ്പിൾ നമുക്ക് കോവിഡ് ഒക്കെ വന്നപ്പം പ്രൊഡക്ഷൻ ഹാസ് ഗോട്ട് ഡൗൺ. അപ്പം അങ്ങനെ റെഡ്യൂസ്ഡ് ആയാൽ എന്ത് ചെയ്യണം? അന്നേരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളുടെ ഫിക്സഡ് ഓവർഹെഡ് അലോക്കേഷന് വേണ്ടി ആക്ച്വൽ പ്രൊഡക്ഷൻ യൂസ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് കണ്ടിന്യൂ ടു അലോക്കേറ്റ് ഇറ്റ് യൂസിങ് നോർമൽ കപ്പാസിറ്റി ഇറ്റ്സെൽഫ്. The amount of fixed production overhead to each unit is not increased as a consequence of low production or idle plant. Unallocated overhead are to be recognized as expense as and when they are incurred. Then abnormal high production vanal overheads allocated to each unit is decreased so that inventories are not measured above cost. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അബ്നോർമൽ ഹൈ പ്രൊഡക്ഷൻ വന്നാൽ ആക്ച്വൽ പ്രൊഡക്ഷനെ യൂസ് ചെയ്തിട്ട് ഫിക്സഡ് ഓവർഹെഡ് അലോക്കേഷൻ റേറ്റ് മാറ്റണം. സോ ദാറ്റ് ഇൻവെന്ററീസ് ആർ നോട്ട് ബീങ് വാല്യൂഡ് എബോവ് കോസ്റ്റ്. ഇനി ലെസ് പ്രൊഡക്ഷൻ ആണെങ്കിൽ നോർമൽ കപ്പാസിറ്റി തന്നെ വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ്റെ അലോക്കേഷൻ നടത്തും. ആ കേസിൽ അൺഅലോക്കേറ്റഡ് എമൗണ്ട് P&Lലേക്ക് എക്സ്പെൻസ് ആയിട്ടും പോകും. ഇനി വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ കേസ് ഓഫ് ജോയിന്റ് പ്രൊഡക്റ്റ് ബൈ പ്രൊഡക്റ്റ്? അവിടെ ബേസിക്കലി കോസ്റ്റ് ഓഫ് കൺവേർഷൻ സെപ്പറേറ്റ്ലി ഐഡന്റിഫയബിൾ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഓൺ എ റേഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ബേസിസ്. ദാറ്റ് ഈസ് വാട്ട് ദി സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ റേഷണൽ ആൻഡ് കൺസിസ്റ്റന്റ് ബേസിസ് നമ്മൾ നോക്കുമ്പം വളരെ ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുക സെയിൽ വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അഥവാ മാർക്കറ്റ് വാല്യൂ അറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഏറ്റവും ലോജിക്കൽ മെത്തേഡൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഇനി ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ യൂഷ്വലി ഇത് ഇമ്മെറ്റീരിയൽ നേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മെയിൻ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതൊരു മെറ്റീരിയൽ ഐറ്റം ആയാൽ നമ്മൾ എന്ത് ചെയ്തോണം? ആ ഒരു ഐറ്റം നമ്മൾ ജോയിന്റ് പ്രൊഡക്റ്റിൻ്റെ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ പോകേണ്ടി വരും. ഇനി ഇതല്ല അതർ കോസ്റ്റ് നമുക്ക് വരുന്നതിനകത്ത് അതിൻ്റെ റിലേറ്റഡ് ഗൈഡൻസ് നോക്കാം. അതർ കോസ്റ്റ് നമ്മൾ നോക്കുന്നതിനകത്ത് ബോറോവിങ് കോസ്റ്റ് അത് ഇൻവെൻട്രിയുടെ കോസ്റ്റിനകത്ത് എടുക്കുക ഇൻഡ് AS 23 അലോ ചെയ്താൽ മാത്രമാണ്. ഇനി ചില സിറ്റുവേഷനിൽ നമ്മൾ ഡെഫേർഡ് സെറ്റിൽമെൻറ്റ് ടേംസിൽ എൻട്രി ചെയ്യും. ആ കേസിൽ ഫിനാൻസിങ് എലമെൻറ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഓവർ ദ പീരിയഡ് ഓഫ് ഫിനാൻസിങ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ക്യാഷ് പ്രൈസ് ഈക്വലൻറ്റ് മാത്രമേ ഇൻവെൻട്രിയുടെ കോസ്റ്റിലേക്ക് എടുക്കാവുള്ളൂ.
ഇനി ഇൻവെന്ററിയുടെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുമ്പം 4 ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്പെസിഫിക്കലി അബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽ ലേബർ ആൻഡ് അതർ പ്രൊഡക്ഷൻ ഓവർഹെഡ് സ്റ്റോറേജ് കോസ്റ്റ് അൺലെസ് ഇറ്റ് ഫോം പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ദാറ്റ് ഡു നോട്ട് കോൺട്രിബ്യൂട്ട് ടു ബ്രിങ്ങിംഗ് ദി ഇൻവെന്ററി ടു പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻ സെല്ലിംഗ് കോസ്റ്റ് ഇനി സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ സെല്ലിംഗ് കോസ്റ്റ് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ആ ഒരു രീതിയിലാണ് സ്റ്റാൻഡേർഡ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് ഇൻഡേസ് 41 പക്ഷെ ചില സമയത്ത് ആ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ എനിക്കൊരു മുന്തിരിത്തോട്ടം ഉണ്ട് അവിടുന്ന് മുന്തിരി പറിച്ചു ആ മുന്തിരി ഞാൻ വൈൻ മാനുഫാക്ചറിങ്ങിന് വേണ്ടി എടുക്കുന്നു അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ മുന്തിരി റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എങ്ങനെ കൺസിഡർ ചെയ്യണം അതിന്റെ ഗൈഡൻസും ഈ സ്റ്റാൻഡേർഡ് തരുന്നുണ്ട് സോ ഇൻഡേസ് 41 പ്രകാരം ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ ബയോളജിക്കൽ അസറ്റ്സ് അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പം അത് അതിൻ്റെ ഫെയർ വാല്യൂലെസ് കോസ്റ്റ് ടു സെൽ അറ്റ് ദി പോയിന്റ് ഓഫ് ഹാർവെസ്റ്റ് അതിലാണ് മെഷർ ചെയ്യുക ഇതാണ് ഇൻവെന്ററി സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി പിന്നീട് കോസ്റ്റ് ആയിട്ട് എപ്പോഴും എടുക്കുക ഇനി നമ്മളുടെ കോസ്റ്റ് ഫോർമുലേസ് നോക്കിയാൽ ഇൻവെന്ററീസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ കോസ്റ്റ് ഫോർമുലയിൽ ഇൻവെന്ററീസ് അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നോട്ട് ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ അവിടെ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണുള്ളത് ഇനി ഓർഡിനറിലി ഇന്റർചേഞ്ചബിൾ ആണ് എങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഫിഫോ മെത്തേഡ് ഉണ്ട് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട് ഇനി നോൺ ഹിസ്റ്റോറിക്കൽ ബേസ്ഡ് ആയിട്ട് 2 മെത്തേഡ്സ് കൂടി നമുക്കുണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് നമ്മളുടെ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഏകദേശം അപ്രോക്സിമേറ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് തന്നെ ഇതിനു വേണ്ടി എടുക്കാം ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷന് പോകണ്ട ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു മെത്തേഡാണ് റീറ്റെയിൽ മെത്തേഡ് നമുക്ക് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഫിഫോ മെത്തേഡ് അറിയത്തില്ല ആൻഡ് യൂണിഫോം ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ദീസ് പ്രോഡക്ട്സ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണ് എങ്കിലാണ് റീറ്റെയിൽ മെത്തേഡ് ഇത് ചെയ്യുക നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്ട്സ് എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഗ്രോസ് മാർജിൻ കുറച്ചാൽ വിൽ ഗെറ്റ് വാട്ട് ഈസ് ദി കോസ്റ്റ് ദാറ്റ് ഈസ് യുവർ റീറ്റെയിൽ മെത്തേഡ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷൻ ബേസ്ഡ് ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ സ്റ്റാൻഡ്സ് ഫോർ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ ലെസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദി സെയിൽ ഇതാണ് നമ്മളുടെ നെറ്റ് റിയലൈസബിൾ വാല്യൂയുടെ മീനിങ് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പം അതിൻ്റെ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴൊക്കെ ഐറ്റം ബൈ ഐറ്റം ബേസിസിൽ വേണം NRV കോസ്റ്റ് കമ്പാരിസൺ നടത്താൻ ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൺ എ ക്ലാസിഫിക്കേഷൻ വൈസ് ഓർ ബിസിനസ് സെഗ്മെന്റ് വൈസ് ആൻഡ് ഓൾ ഇറ്റ് ഷുഡ് ബി ഓൺ ആൻ ഐറ്റം ബൈ ഐറ്റം ബേസിസ് ഇനി നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പം സ്റ്റാൻഡേർഡ് പറയുന്നു നെറ്റ് റിയലൈസബിൾ വാല്യൂ കണ്ടുപിടിക്കുമ്പം ദി പർപ്പസ് ഫോർ വിച്ച് ഇൻവെന്ററി ഈസ് ഹെൽഡ് ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി ചെക്ഡ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേം കമ്മിറ്റ്മെന്റ് ടു സെൽ വൺ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിലെ പ്രൈസ് എടുക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പോർട്ടിന് വേണ്ടി വെച്ചേക്കുവാണെങ്കിൽ അതിലെ പ്രൈസ് എടുക്കണം ലോക്കൽ മാർക്കറ്റിൽ സെൽ ചെയ്യുകയാണെങ്കിൽ ആ പ്രൈസ് എടുക്കണം പർപ്പസ് ഫോർ വിച്ച് ഇൻവെന്ററി ഈസ് ഹെൽഡ് അത് കൺസിഡർ ചെയ്യണം ഇനി നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു എക്സെപ്ഷൻ്റെ പ്രൊവിഷനാണിത് ഈ എക്സെപ്ഷൻ്റെ പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി മേളിൽ കണ്ടതാണ് ഇനി ഓരോ ബാലൻസ് ഷീറ്റ് ഡേറ്റിലും നമ്മൾ എന്ത് ചെയ്യണം ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൻ്റെ അസസ്മെൻറ്റ് നടത്തണം ഇനി എപ്പോഴെങ്കിലും ഈ ഒരു NRVയുടെ റൈറ്റ് ഓഫ് പിന്നീട് സബ്സീക്വൻ്റ്ലി റിവേഴ്സ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അത് റിവേഴ്സ് ചെയ്യണം സോ ദാറ്റ് ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV ആസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റ് അതിൻ്റെ ബേസിൽ ഇത് ചെയ്യണം അപ്പം ഫോർ എക്സാമ്പിൾ 100 കോസ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ് 80ലേക്ക് റൈറ്റ് ഡൗൺ ചെയ്തു വീണ്ടും വാല്യൂ ഇതിപ്പം 90 ആയാൽ 90ലേക്ക് അതിനെ കൊണ്ടുപോകണം വീണ്ടും വാല്യൂ ചെയ്യുമ്പോൾ 110 ആയാൽ ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് NRV 100ലേക്ക് കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ അസസ്മെൻറ്റ് വരുമ്പോൾ റിവേഴ്സൽ ഓഫ് റൈറ്റ് ഡൗൺ ചെയ്യണം ഇനി ഒരു പീരിയഡിൽ എക്സ്പെൻസ് ആയിട്ട് എത്രയാണ് കൊണ്ടുപോകാൻ പാടുള്ളത് ഒരു ഇൻവെൻറ്ററിയുടെ റിലേറ്റഡ് ആയിട്ട് എക്സ്പെൻസ് ആയിട്ട് P&Lലേക്ക് എത്ര എമൗണ്ട് പോകണം അത് ഈ വർഷം നമ്മൾ എന്താണോ ഇൻവെൻറ്ററി വിറ്റേക്കുന്നത് അതിൻ്റെ ക്യാരിങ് എമൗണ്ട് ഇനി NRVയിലേക്ക് റൈറ്റ് ഡൗൺ ചെയ്തതിൻ്റെതായ അഡീഷണൽ എമൗണ്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റിവേഴ്സൽ ഓഫ് റൈറ്റ് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ ആ റിവേഴ്സൽ ഓഫ് റൈറ്റ് ഓഫ് വന്നതിൻ്റെ എമൗണ്ട് വി ഷുഡ് റെഡ്യൂസ് ഫ്രം ദിസ് ഓൾസോ ഇതാണ് എക്സ്പെൻസ് ആയിട്ട് പോകാനായിട്ട് പറയുന്നത് സോ ദീസ് ആർ ദി മേജർ പ്രൊവിഷൻസ് വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് വി ക്യാൻ സീ ഇൻ IND AS 2 ഓക്കെ അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റാൻഡേർഡുമായിട്ട് പിന്നീട് കാണാം താങ്ക് യു